വേറൊരു കമ്പനിയിൽ മാറുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സാലറി അതുപോലെ ഹൈക്ക് എല്ലാം കിട്ടും. ലൈക്ക് നമ്മുടെ ഇപ്പൊ പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇതൊരു സ്റ്റാർട്ടപ്പ് പോലെയാണ്. ഇപ്പം കൊച്ചിയിൽ വന്നിട്ട് ഒരു 2 വർഷത്തോളം ആവാറായിട്ടുള്ളൂ. പക്ഷെ ഇവരുടെ ഫിലിപ്പീൻസിൽ വേറെ കമ്പനിയുണ്ട്. ഇതൊരു US ബേസ്ഡ് ചെയ്തുള്ള കമ്പനിയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഇന്ററാക്ടിങ് വൺസ് അഗൈൻ. ഹലോ എവരിവൺ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റുക്സാന. ഓൾറെഡി ഫാംഡി കഴിഞ്ഞ് മെഡിക്കൽ കോഡിംഗ് കോഴ്സ് എടുത്ത് ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളം എക്സ്പീരിയൻസ് ആവാറായിട്ടുള്ളൊരു കാൻഡിഡേറ്റും കൂടിയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. റുക്സാന, എന്താണ് മെഡിക്കൽ കോഡിംഗ് എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ആരാണ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് സജസ്റ്റ് ചെയ്തത്? ഞാൻ ഫാംഡി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഫാംഡി റിലേറ്റ് ചെയ്തുള്ള ജോബ് നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കോഴ്സിനെ പറ്റി അറിയാൻ പറ്റിയത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഈ ഫാംഡി BAMS അങ്ങനത്തെ ഡിഗ്രീസ് ഉള്ള ആൾക്കാരെ ചൂസ് ചെയ്യുന്ന ഒരു ജോബ് വേക്കൻസി കണ്ടു. അപ്പോൾ ഞാൻ അവരായിട്ട് അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ട്, അത് കഴിയുമ്പോൾ കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടും പറഞ്ഞു. അതെല്ലാം പുറമേ ആയതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. അപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി മനസ്സിലാക്കിയപ്പോഴാണ് കാർഡിയെ പറ്റി മനസ്സിലായത്. പിന്നെ അങ്ങനെ ഓക്കെ. അപ്പോൾ ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഇതിൽ കൂടുതൽ അനാട്ടമി ഫിസിയോളജി പോലത്തെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ജോലിക്ക് കയറുവാണെങ്കിലും കുറേ ബോഡി അനാട്ടമി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കോഡ് ചെയ്യണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റിലാണെങ്കിലും ഇത് ഭയങ്കര അധികം ഹെൽപ്ഫുൾ ആണ്. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും BAMS BDS ഇപ്പോൾ ഫാംഡി BPharm അങ്ങനത്തെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് കൂടുതൽ കമ്പനിക്കാർ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു കമ്പനിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. ഏകദേശം 2 വർഷത്തോളം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കൊച്ചിയിലാണ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാർ മാർക്കിലുള്ള പ്രൊജക്റ്റ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസും കൂടി ഒന്ന് പറയുമോ? എനിക്ക് തോന്നുന്നു ഹസ്ബൻഡും ഓൾറെഡി ബാംഗ്ലൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ 2.4 years വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ. സ്റ്റാർ മാർക്ക് എന്ന കമ്പനിയിൽ EANM പ്രൊജക്റ്റ് ആയിരുന്നു. അവിടെ കമ്പനിയൊക്കെ നൈസായിരുന്നു. പിന്നെ EANM-ൽ അങ്ങനെ എനിക്ക് 2.4 years എക്സ്പീരിയൻസ് ആയി. പിന്നെ അതൊരു കംഫർട്ട് സോണായി എനിക്ക് തോന്നി. നമുക്കൊരു കുറച്ചുകൂടി ഗ്രോത്ത് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ റിസൈൻ ആക്കിയിട്ട് പിന്നെ ഒരു കമ്പനി നോക്കി. അതാണ് അപ്പോഴാണ് എനിക്കിങ്ങനെ കൊച്ചിയിൽ നിന്ന് ഒരു ഓഫർ വന്നത് ഹോം ഹെൽത്തിൻ്റെ. അപ്പോൾ അവിടെ EANM അല്ല, ടോട്ടലി വേറൊരു പ്രൊജക്റ്റ് ആണ്. പക്ഷെ നമുക്കത് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അത്യാവശ്യം നല്ല ഒരു പ്രൊജക്റ്റ് ആണെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ കയറി. കോഡിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 year എക്സ്പീരിയൻസ് ആവുന്ന കാൻഡിഡേറ്റ്സ് കമ്പനിയിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നൊക്കെ പല ടൈപ്പ് പ്രൊജക്റ്റിനെ കുറിച്ച് ലൈക്ക് ഇപ്പോൾ IPDRG സെപ്പറേറ്റ് ട്രെയിനിങ് ചെയ്തിട്ട് അതിൽ കരിയർ പിന്നെ നോക്കുന്നവരുണ്ട്, സെപ്പറേറ്റ് വേറെ എക്സാം എഴുതുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു കരിയറിൽ എത്തിപ്പെട്ടപ്പോൾ കൂടുതൽ അതിനെ കുറിച്ചിട്ട് പഠിച്ചു തോന്നുന്നു. കാരണം ഹോം ഹെൽത്ത് കോഡിങ് നമുക്ക് എന്താണ് പല ഏരിയ, ഇപ്പോൾ ഈ കോഡിങ്ങിൽ തന്നെ പല ഏരിയകളും കൂടി ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ ഇതിനു മുന്നേ EANM-ൽ വർക്ക് ചെയ്ത സമയത്ത് ഗ്യാസ്ട്രോ റിലേറ്റ് ചെയ്തിട്ട് മാത്രം ഒരു കോഡിങ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹോം ഹെൽത്തിൽ വന്നപ്പം നമുക്കിപ്പോൾ ഹൈപ്പർ ടെൻഷൻ തൊട്ട് ഫ്രാക്ചർ തൊട്ട് വൂണ്ട് തൊട്ട് എല്ലാം ഉണ്ട്. എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഹോം ഹെൽത്ത്. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കാനും ഉണ്ട്. നമുക്ക് ഒരു 2 months-ഓളം ഒരു ട്രെയിനിങ് തന്നേക്കണം. പിന്നെ ആക്ച്വലി വേറൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇത്ര എക്സ്പീരിയൻസും അതുപോലെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് നമ്മളവരെ കമ്പനിക്കാർ പ്രിഫർ ചെയ്ത് കയറ്റിയതാണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2021 ബാച്ച് ആയിരുന്നു അല്ലേ? ആദ്യം ഓൺലൈൻ ചെയ്തിട്ട് പിന്നെ ഓഫ്ലൈനോട്ട് മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട്. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസും കൂടി ഒന്ന് പറയാം. കാർഡിയയിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഞാൻ 6 വർഷത്തെ കോഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കോളേജായിരുന്നു. പക്ഷേ ഞാൻ കാർഡിയയിൽ 1 മാസമാണ് വന്ന് മോക്കിന് വേണ്ടി വന്നത്. പക്ഷെ അത് ശരിക്കും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് തന്നേക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ്, ഒരു കോളേജ് വൈബൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഓർക്കുമ്പോഴും. ഇപ്പോൾ പല ഫ്രഷേഴ്സും നമുക്ക് തന്നെ അറിയാം, ഓൾറെഡി ഈ പാരാമെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അതല്ലാത്തവരൊക്കെ കരിയറിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ തന്നെ വാക്കൻസി വരാത്ത കേസും അങ്ങനെയുള്ളവർക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ BPharm ആയാലും നമുക്ക് അതിലൊരു കരിയർ ഗ്രോത്ത് എന്താണ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി ഒരു കോഴ്സ് എടുത്തതിന് ശേഷം? മെഡിക്കൽ കോഡിങ്ങിൻ്റെ കേസാണെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ 2 years വർക്ക് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിനെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ വേറൊരു കമ്പനിയിൽ മാറുമ്പോൾ നമ്മൾ ചോദിക്കുന്ന സാലറി അതുപോലെ ഹൈക്ക് എല്ലാം കിട്ടും. ലൈക്ക് നമ്മുടെ ഇപ്പോൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇതൊരു സ്റ്റാർട്ടപ്പ് പോലെയാണ്.
കമ്പനിയാണ്. അപ്പം കൊച്ചിയിൽ വന്നിട്ട് ഒരു 2 വർഷത്തോളം ആവാറായിട്ടുള്ളൂ. പക്ഷെ ഇവരുടെ ഫിലിപ്പീൻസിൽ വേറെ കമ്പനിയുണ്ട്. ഇതൊരു US ബേസ്ഡ് ചെയ്തുള്ള കമ്പനിയാണ്. അപ്പം ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഒരു 1 year അല്ലെങ്കിൽ 2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ QA ആകാം, അങ്ങനെ അതുപോലെ TL ആവാം, ജൂനിയർ TL അങ്ങനെ പെട്ടെന്ന് പ്രൊമോഷൻസ് ഒക്കെ കിട്ടും. അതുപോലെ ഇപ്പോഴത്തെ വർക്ക് ചെയ്യുന്ന കമ്പനി ഞാൻ ക്ലിനിക്കോൺ ആണ് കൊച്ചിയിലുള്ളത്. അത് ഭയങ്കര എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ നമുക്ക് കമ്പനി സ്പോൺസർഷിപ്പിൽ നമുക്ക് ട്രിപ്പും കാര്യങ്ങളും ഫുഡ് അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അപ്പം ഇതുകൊണ്ടും എനിക്ക് ഇവിടെ കയറിയത് ഒരു ബെറ്റർ ആയിട്ട്. അതെ, വീടും കൊച്ചിയിലാണ്, കൊച്ചിയിലാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഇപ്പോൾ വേറെ തന്നെ ഒരു ഫീൽഡ് ആയതുകൊണ്ട്, ഹെൽത്ത് IT സെക്ടർ ആയതുകൊണ്ട് ഇനീഷ്യൽ വർക്ക് പ്രഷർ എന്നുള്ളത് എന്താണ് ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഒബ്സ്റ്റക്കിളിനൊക്കെ എങ്ങനെയാണ് മറികടന്നത്? കാരണം ഏതായാലും വേറെ തന്നെ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാണ്. ഹെൽത്ത് ഇപ്പോൾ പേഷ്യൻസിൻ്റെ ചാർട്ടാണ്, പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു ജോബ് പോലെയല്ല. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ ഇപ്പോൾ പല കുട്ടികളും എന്താണ് ഇനീഷ്യൽ ആ സ്ട്രഗിൾ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ എന്താണ് ഓവർകം ചെയ്യുന്നവരുണ്ട്, അതല്ലാതെ ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയിൽ ഒരു 6 months നമുക്കൊരു ട്രെയിനിങ് പോലെ തന്നിട്ടുണ്ടായി. സോ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്നല്ല ഒരു സമയം എടുത്തിട്ട് പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കമ്പനി നമ്മൾ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചാൻസ് തന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ട്, സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷേ ഒരു 6 months നമ്മളൊന്ന് ശരിക്കും പഠിച്ചെടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള കരിയർ കിട്ടുന്ന ഒരു സംഭവമാണ് ഹോം ഹെൽത്ത്. അപ്പോൾ ഈ 6 മാസം എന്നുള്ളത് ഇപ്പോൾ അത് ഏത് പ്രൊജക്റ്റിലായാലും നമ്മൾ ഇനീഷ്യലി പഠിച്ചെടുക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നോളജ് ഗെയിൻ ചെയ്യാനും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരിയറിൽ സക്സീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 3 years എക്സ്പീരിയൻസ് ആവാനായി. ഇനി നമുക്ക് റുക്സാനിൻ്റെ ഫ്യൂച്ചർ പ്ലാനും കൂടി ഒന്ന് കേൾക്കാം. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ. എനിക്ക് ആക്ച്വലി 2 plans ആണുള്ളത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോം ഹെൽത്തിൽ തന്നെ എക്സ്പീരിയൻസ് എടുത്തിട്ട് നമുക്ക് ഒരു 1 year ഒക്കെ കഴിയുമ്പം ബെറ്റർ പാക്കേജോടുകൂടി വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ പിന്നെ എനിക്ക് അബ്രോഡും പോകുന്ന ഒരു താല്പര്യമുണ്ട്. ഞാൻ നോക്കുന്നുണ്ട് രണ്ടിലും ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാനാണ്. ഓക്കെ. ഓൾറെഡി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നല്ലൊരു കരിയർ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനൊക്കെ നടക്കട്ടെ എന്നുള്ളത് വിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളോട് കൂടുതലായിട്ട് കോഡിങ്ങിനെ കുറിച്ച്, കാരണം ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കോഡേഴ്സിനായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ എനിക്ക് തന്നെ കൂടുതലായിട്ട് ഹോം ഹെൽത്ത് കോഡിങ്ങിനെ കുറിച്ചൊക്കെ എന്താണ് നമ്മളെ സ്റ്റുഡൻസ് പറയുമ്പോഴാണ് കൂടുതലായിട്ടൊക്കെ അതിനെക്കുറിച്ച് തന്നെ മനസ്സിലാവുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻട്രാക്ടിങ് വിത്ത് us. താങ്ക് യു.